നമസ്കാരം. വെൽക്കം ടു 121 മീഡിയ. ചേർത്തലയിലെ വയലാർ എന്നു പേരുള്ള പരിശുദ്ധമായ ഒരു ചെറിയ ഗ്രാമം. വയലാർ എന്നു പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കറുത്ത കണ്ണട ധരിച്ച ഗാംഭീര്യമുഖത്തോടു കൂടിയ മലയാളികളുടെ പ്രശസ്തനായ കവിയും ഗാനരചയിതാവുമായ ശ്രീ വയലാർ രാമവർമ്മയുടേതാണ്. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് കിട്ടിയ സൗഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ. അദ്ദേഹമാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മയെ. ശരത്തേട്ട, വെൽക്കം ടു. നമസ്കാരം. ശരത്തേട്ടൻ ആദ്യമായിട്ടാണോ ഖത്തറിൽ? ഞാൻ മൂന്നാമത്തെ വട്ടം ഖത്തർ. ചില പിന്നെ ആദ്യം വന്നത് കുവാക്ക് ഖത്തർ, അവരാണ് ഖത്തറിനെ എന്നെ കാണിച്ചത്. രണ്ടാമത് കേരളീയം, കേരളീയം. മൂന്നാമതാണ് ഇപ്പം ഓണാട്ടുകാരൻ. എനിക്ക് പിന്നെ ഒറ്റൊരു അഭിപ്രായമുള്ളത് ദോഹ എന്ന് പറയില്ലേ, ദോശ എന്ന് പറയുന്ന പോലെ ദോശ, ഒരു ദോ പിന്നെ നമ്മൾ നമ്മുടെ കല്ലിലേക്ക് പിന്നെ മാവ് ഇടുമ്പോൾ ഒരു തിരിച്ചിടുമ്പോൾ വീണ്ടും ദോശ എന്ന് പറഞ്ഞാൽ ദോഹ, രണ്ട് ഹ. ഇപ്പം ഇത് ആ മൂന്നാമത്തെ ഹായാണിത്, ദോഹ ഹ. അപ്പം അങ്ങനെ ഈ വരവ് അങ്ങനെ മൂന്നാമത്തെ ഒരു ദോഹ. ഇപ്പം ഫസ്റ്റ് ആ ടൈമിൽ വന്നിട്ട് കുറേ ആയോ? ഇപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം? ഇല്ല, വന്നില്ല. വേൾഡ് കപ്പ് ലുസൈൽ കാണുന്ന കൊതിയുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പിന്നെ കൊറോണയ്ക്ക് മുമ്പ് വന്നത്, രണ്ടു വട്ടം വന്ന് അങ്ങനെ. അത് കഴിഞ്ഞ് വരാൻ പറ്റിയിട്ടില്ല, പിന്നെ വന്നത്. ഇപ്പം ലുസൈലേക്ക് ഒന്ന് കാണുന്നൊരു കൊതിയുണ്ട്. കൊണ്ടുപോകും. പിന്നെ അതുപോലെ ഇപ്പോൾ ഏകദേശം ഒരു 500-ൽ പരം പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അതിൽ 500 ഒരു അല്ലേ? അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് 2006 ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ ഫേമസ് ആയ എന്താ പറയുക എൻ്റെ കൽബിലെ അതിന് ഉണ്ടായൊരു സാഹചര്യമുണ്ട്. അതൊന്ന് എങ്ങനെയാണെന്ന് പറയാമോ? രസകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വായിച്ച് കേട്ടിട്ടുണ്ട്. എന്തായാലും വേറൊന്നുമല്ല, അത് പിന്നെ അതിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് തട്ടെഴുതിന പെണ്ണാണ്. വീട്ടിൽ വളരെ കർക്കശമായിട്ട് ജീവിക്കുന്നൊരു കുഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ കക്ഷി പിന്നെ പെണ്ണിന് ഒരു ഹിന്ദു സുനിൽ എന്നുള്ളൊരു പയ്യനോട് പ്രണയം ഉണ്ടായി. അതാണ് നരൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പാട്ടതല്ല. കാര്യം അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ വില്ലകളില്ലേ നമ്മുടെ റോഡിനടുത്തുള്ള ഒരു റോഡ്, രണ്ട് വശത്തും വീട്. അപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു പെണ്ണ്, അവൻ നടക്കാനിറങ്ങും. അപ്പോൾ ചില്ല് ജാലക വാതിലിൽ തിരശ്ശീല നീങ്ങുമ്പോൾ, അപ്പം ഒരു പെണ്ണിൻ്റെ മനസ്സിൽ പിന്നെ നമ്മുടെ കർട്ടൻ മാറ്റിയിട്ട് അയാൾ വരുമ്പോൾ ചില്ല് ജാലക മെല്ലെ ഒന്ന്, അങ്ങനെയാണ് പെൺമനസ്സിലേക്ക് ആ പ്രണയം വരുന്നത്. അപ്പോൾ അത് മാറി, സിറ്റുവേഷൻ മാറിപ്പോയി. അപ്പം പക്ഷേ പാട്ട് ചെയ്തു അങ്ങനെ വന്നിട്ട് ഇല്ല. അത് മഞ്ചേരി പാടിയപ്പോൾ പിന്നെയാണ് ഈ സാധനം വരുന്നത്. എൻ്റെ കൽബ് എന്നുള്ളത് കൃത്യമായിട്ട് ഒളിച്ചു വയ്ക്കുന്നൊരു പെണ്ണിൻ്റെ മനസ്സിലെ വിങ്ങല അത് മുഴുവൻ. ഇപ്പോൾ പെണ്ണ് നുണ പറയുമല്ലോ, ഒരിക്കലും സത്യം പറയില്ലല്ലോ പെണ്ണ്. എത്രമാത്രം പിന്നെ കാൽച്ചിലങ്ങൾ മെല്ലെ കൊഞ്ചിയെന്നോ നീ കണ്ടില്ല. കാര്യം ഇവക്ക് പറയാൻ വയ്യ. കാര്യം ഇവക്ക് ഈ തട്ടം മാത്രമേ ഉള്ളൂ, തട്ടത്തിന് രണ്ട് കണ്ണ് മാത്രമേ ഉള്ളൂ പ്രണയം പറയാണ്ട്, എല്ലാം മൂടി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു യാഥാസ്ഥിതിയായ വീട്ടിലെ ഒരു മുസ്ലിം കുട്ടിക്ക് എങ്ങനെ ഒരു പ്രണയം പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ തട്ടമിട്ട് ഞാൻ കാത്തു വെച്ചവരൻ മുല്ലമട്ടിൽ ഊറും, അത്ര ഒന്നും വേണ്ടേ, എങ്ങനെ വേണം ചിന്തിക്കാം. അതിലേറ്റവും എന്താ പറയുക, ആ ക്ലാസ്മേറ്റ് ഫിലിം തന്നെ വൻ വിജയകരമായിരുന്നു. അതോടൊപ്പം തന്നെ അതിലെ പാട്ടുകളും അല്ലേ, അതുപോലെ തന്നെ അല്ല. പക്ഷേ ഒരു പെൺമനസ്സിൻ്റെ ഒരു രഹസ്യം തുറന്നു പറയാൻ പറ്റിയ ഒരു സുഖമുണ്ടല്ലോ. ഇപ്പം രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ, വയലാർ എഴുതിയ പാട്ട്, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ, അതൊരു പെൺമനസ്സിൻ്റെ കൊതിയല്ലേ. അത് ആരും ചോദിക്കുന്നില്ല, അറിയാണ്ട് കണ്ടുപിടിച്ച് പറയുന്നൊരു രസമുണ്ടല്ലോ. അതേപോലെ ഇത് തന്നെ അതിൻ്റെ വേറൊരു ആവർത്തനമാണ് എനിക്ക് ആ ലാൽ ജോസ് ഉണ്ടാക്കുന്നൊരു അവസരം കേട്ടോ. അതാണ് ആ പാട്ടിന് ഏറ്റവും വലിയ ഗുണം. എന്നുവെച്ചാൽ എന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മലപ്പുറത്ത് നിന്ന് വിളിച്ചിരുന്നു, നിങ്ങൾ ഇസ്ലാമാകുന്നു, എൻ്റെ പേര് മാറ്റിയിട്ടെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ വിളിച്ചിരുന്നേ. എനിക്കൊരു പാവം ഭാര്യയുണ്ട്. അതുപോലെ തന്നെ കാറ്റാടിത്തണലും അതിനും എന്തോ ഒരു ഇത് ചെറിയ വരികളിൽ അല്ല. അത് വെച്ചാൽ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ കോളേജിൽ പോകുമ്പം ഈ അമ്പലത്തിൽ ആല് എന്ന് പറയുന്ന പോലെ എല്ലാ കോളേജിലും പോകുമ്പം ഒരു കാറ്റാടി ഉണ്ടാവും.
അതിന് ചുവട്ടിൽ 2 പെണ്ണും ഒരാണും പെണ്ണും ഉണ്ടാവും. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം മുഴുവൻ ഇപ്പം മറ്റേ ആ കഫേയാണ്. അന്നിങ്ങനെ ആരെങ്കിലും കാണും ആ സ്ഥലത്തൊക്കെ. അപ്പോൾ അന്നിങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കാറ്റയുടെ ചുവട്ടിൽ ഒരു ചെറിയ മതിലുണ്ടാവും, അരമതിൽ. അവിടെ ഒരാണും പെണ്ണും ഉണ്ടാവും. അത് ആ ഒരു സുഖമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ആ ഇരിപ്പ് ഇനിയില്ല. അതെ, മതിയാവില്ല ഒരു നാളും ഈ നല്ലൊരു കാലം ഇനിയില്ല എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല. നമ്മൾ പിന്നെ പ്രണയം പഠിച്ചിട്ട് വീണ്ടും ആ ക്യാമ്പസ് പോകുമ്പോഴോ അവിടെ ഈ അരവതിൽ മാത്രമേ ഉള്ളൂ, കാറ്റാടിയുണ്ട്, നമ്മളിഷ്ടപ്പെട്ട പെണ്ണില്ല, ഞാനും ഇല്ല, നമ്മളൊക്കെ വലിയ ആളായല്ലോ. പിന്നെ അതുപോലെ തന്നെ ചാന്തുപൊട്ട് അല്ലേ, വളരെ ലാൽ ജോസ് സാറിൻ്റെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു, അതിലും ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് രസകരമായ കഥ. അതായത് വിദ്യാസാഗർ സാറിൻ്റെ സംഗീതം ആദ്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ സാറിന് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് മദ്രാസിൽ നിന്ന് വന്ന് ആലപ്പുഴയിൽ അദ്ദേഹം ചില സാധാരണ ഈ ട്യൂണിട്ടാണ് നമ്മൾ ഈ പാട്ടൊക്കെ എഴുതുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞാൽ വേണ്ട. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പം ആലപ്പുഴ റിസോർട്ടിൽ മുറിയൊക്കെ എടുത്ത് വലിയ നല്ലൊരു രസമായിട്ട് അതല്ല ഞാൻ എഴുതുന്നത് പറഞ്ഞു എന്ന് ലാൽ ജോസ് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ശരത്താണ് എഴുതുന്നത്, അപ്പോൾ നമുക്ക് ഇന്ന് പാട്ടൊന്നും വേണ്ട, നമുക്ക് വളരെ എൻജോയ് ചെയ്യാം, നിങ്ങൾ തമ്മിലൊന്ന് ലിങ്ക്. ഞങ്ങൾ ക്യാരംസ് കളിച്ചു, ഷട്ടിൽ കളിച്ചു, സ്വിമ്മിംഗ് പൂളിൽ നീന്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ഞങ്ങളിങ്ങനെ ലിങ്ക്ഡായി. അങ്ങനെയാണ് ശരിക്കും വിദ്യാസാഗർ സാറുമായിട്ട് ഞങ്ങൾ ഒന്നാകുന്നത്. അങ്ങനെ അതൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ അപ്പം സാറ് പറഞ്ഞിങ്ങനെ ട്യൂണിട്ട് എഴുതി മടുത്തു, എന്തെങ്കിലും വാക്ക് തരാമോ. അങ്ങനെയാണ് നമ്മൾ ഓമനപ്പുഴ കടപ്പുറം, ഓമനപ്പുഴ എന്നല്ല വേറെ സാധനമാണ് പറഞ്ഞത്. ആ സമയത്ത് പിന്നെ വളരെ ഗംഭീരമായിട്ട് ആ കടപ്പുറം കൊണ്ടുവന്നു ഫോട്ടോഗ്രാഫർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്യൂണിന് ഈ വാക്ക് ചേരുമായിരുന്നു. അങ്ങനെയായിരുന്നു അത്. അതുകൊണ്ട് ഓരോ എന്താ പറയുക, പാട്ടുകൾ എഴുതുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളുണ്ടാവും. നമ്മൾ എപ്പോഴും ഈ എഴുത്തുകാരോട് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഏത് സന്ദർഭവും ഇപ്പം ഇവിടെ നിന്നാൽ ഈ ഖത്തറിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ ഇപ്പം അങ്ങോട്ട് നോക്കിയാൽ ഒരു പാട്ട് വരുന്നുണ്ട്, ഇപ്പം ഇങ്ങോട്ട് നോക്കിയൊരു പാട്ട്. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ ഇല്ല, സിനിമയിൽ അങ്ങനെ സിറ്റുവേഷൻ ഇല്ല. അതാണ് ഒരു കാര്യം. നമ്മുടെ ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ആ നോട്ടമാണ്, ആ ഒരു കാഴ്ചയാണ്. ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ഏകാന്തമായിട്ടിരുന്ന് ഏറ്റവും വലിയ ഉദാഹരണം അനിൽ മരിച്ചുപോയാണ്. അനിൽ ഏത് കടലിൻ്റെ പിന്നെ അവിടെ ഇരുന്നു എനിക്ക് പറ്റില്ല, ഒറ്റയ്ക്ക് ഇരിക്കും. ഭാര്യ പോലും അപകടമാണ്. അത് സത്യം. പാട്ട് അക്ഷരവും ഞാനും മാത്രമേ ഉണ്ടാകുള്ളൂ. എൻ്റെ മാത്രം ഒരു ഓരോരുത്തർക്കും ഓരോ രീതി കേട്ടോ. അതെ, ഒരുപാട് പാട്ടുകളുണ്ട് ഇഷ്ടമുള്ള. അത് ഏതാണെന്ന് ചോദിക്കാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും ഒരേ തുല്യ ഇമ്പോർട്ടൻസ് ആയിരിക്കുമല്ലോ. എഴുതുമ്പം അങ്ങനെയായിരിക്കുമല്ലോ. ഒരു എന്താ പറയുക, അമ്മയ്ക്കൊരു കുട്ടികൾ 10 ഉണ്ടെങ്കിലും ആ ഒരു ഇഷ്ടം പാട്ടിനോട്. പക്ഷേ എന്നാലും എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. അതൊരു 2 ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാർ, അത് 2 വരി പാടാണ് എനിക്കും പ്രേക്ഷകർ. ഞാനോ? ചേട്ടൻ പാടും എന്നറിയാം. 2 വരി. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു തീരം. അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ രസം ചില അത് ഒന്ന് മാറ്റി എഴുതിയ പാട്ടാണ്. പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത്. അപ്പം ഞാൻ ആദ്യം എഴുതിയത് സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത്. അത് വല്ലാത്ത ഒരു അല്ല. പക്ഷേ ലാൽ ജോസ് പറഞ്ഞ കാര്യം വെച്ചാൽ ഒരിക്കലും ആണാവരുത്, ഒരിക്കലും പുരുഷത്വം വരരുത്. പക്ഷേ അവനിലൊരു പുരുഷത്വം വേണം. ഇപ്പം ചാന്ത് നമ്മൾ എഴുതിയ സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത് നാണം പൊട്ടു തൊടുന്നൊരു തീരത്ത് എന്നാണ് എഴുതിയത്. അപ്പോൾ ലാൽ ജോസ് അല്ലേ, നമ്മുടെ സിദ്ദിഖ് ലാലില്ലേ, അദ്ദേഹം ആണ് സിനിമ എടുത്തത്. അദ്ദേഹമാണെന്ന് പറഞ്ഞ ശാന്തപുട്ടെന്ന് ശരത് പിന്നെ സിനിമയുടെ പേര്. അപ്പം ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ തിരിച്ചാലോ, സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത് എന്നുള്ളത് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. നാണം അല്ല, സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത് നാണം പൊട്ടു തൊടുന്നൊരു തീരത്ത്. അപ്പം തിരുത്തി, ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പിന്നെ പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത് എന്നില്ല. അദ്ദേഹമാണ് തിരുത്തി കേട്ടോ.
പക്ഷെ അത് ചാന്ത് പൊട്ടെന്നുള്ള തുടക്കം കിട്ടാൻ വേണ്ടി ഫിലിമിൻ്റെ നെയിം അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു പാട്ടാണ്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത്, അതാണല്ലേ. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ട്രെൻഡിങ് ആയിട്ടുള്ളത്, നേരത്തെ ട്രെൻഡിങ് ആണ്, ഇപ്പോൾ വീണ്ടും അത് വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് അനുരാഗ വിലോചന അല്ലേ. അതൊരു നല്ലൊരു അത് എന്താ, എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? അത് പിന്നെ കഥയുടെ പ്രത്യേകത അത്. കഥയിൽ അത് കൃത്യമായിട്ട് അതെ അതെ അതെ. ചില മുകളിൽ നിൽക്കുന്ന ഒരാൾ, താഴെ നിൽക്കുന്ന പെണ്ണ്, ആ കഥയുടെ അറിയാലോ. ഒരിക്കലും അതിനകത്ത് കൂണിപ്പടിക്ക് മൂന്നാമത്തെ ഒരു ചോടുണ്ട്, അത് ഇളകിയാൽ മുകളിലേക്ക് പോകാൻ പറ്റില്ല, താഴോട്ട് പോരാൻ പറ്റില്ല, ഒച്ച കേൾക്കരുത്. അപ്പോൾ ആ അവസ്ഥയിൽ മനസ്സിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ മുകളിൽ നിൽക്കുക, അനുരാഗവിലോചനായി, അതിലേറെ അനുരാഗമല്ല വേറെ ചിന്തയാണ്, അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രന് തിടുക്കാണ് പലതായി താഴെ ഇറങ്ങുകയാണ്. കാര്യം പടി ഇളകുന്നതുകൊണ്ട് വലിയ പ്രശ്നം. അത് തന്നെ മറ്റേ പിന്നെ ആ പെണ്ണില്ലേ, അതിന് മുകളിലേക്ക് കയറാൻ പറ്റില്ല, ഇവന് താഴോട്ട് പോരാൻ പറ്റില്ല. അതാണ് സംഭവം, ആ തിടുക്കമാണ് സംഭവം. അതുപോലെ തന്നെ ചാന്ത് പൊട്ടിലെ മറ്റേ എന്താ പറയുക താരാട്ട് പാട്ട്, അത് എന്താ പറയുക, ജന നെഞ്ചിൽ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയാണത് അതിന് തീരുമാനമുണ്ടാക്കിയത്. ഇല്ലാമുത്തിയെ കണ്ട് മയങ്ങുമേ എന്താ പറയുക, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടത്. ഇല്ലാമുത്തിയ അത് തന്നെ ചിരിച്ച, അപ്പോൾ കുഞ്ഞ് ചിരിച്ചാൽ ഇല്ലാമുത്തി പൂ കാണിക്കും. ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ ആ പാട്ട് തുടങ്ങിയത് ആ വരിയില്ല, എന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അതെ അതെ. മുത്തശ്ശി ഒരു കുഞ്ഞിനെ ഇങ്ങനെ മുത്തശ്ശി കൊച്ചു കുഞ്ഞിനെ എന്നൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനിയത്തിയെ കുളിപ്പിച്ചിട്ട് ഈ കണ്ണൊക്കെ എഴുതി മടി കിടത്തി കണ്ണൊക്കെ എഴുതിക്കില്ലേ, അപ്പോൾ ഇത് ഉറങ്ങും, അപ്പോൾ ഇങ്ങനെ ചിരിക്കും അത് അല്ലേ, അങ്ങനെ ചിരിക്കും. അങ്ങനെ കണ്ടിട്ട് എന്തിനാ ചിരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാമത്ത് പൂവ് കാണിച്ചു തന്നു, ഇങ്ങനെ അമ്മ കോപിച്ചെന്ന് പറയും. അതെ, അങ്ങനെ വന്ന മുത്തശ്ശിയുടെ. അതെ അതെ അതെ. പിന്നെ അതുപോലെ മിഴിരണ്ടിലും എന്ന സിനിമയ്ക്ക് അതിന് പിന്നിലും ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് രഞ്ജിത്തേട്ടൻ എന്തോ മുംബൈയിലേക്ക് വിളിക്കണ്ടായിരുന്നു. അത് മറ്റേ പാട്ടാണ് എന്തിനായി നിന്നെ. അതെ, അത് നമ്മൾ ശരിക്കും എഴുതാൻ പോയത് ആ സിനിമയല്ല, ഈ സിനിമയിലെ അല്ലല്ല, മരം പെയ്യുമ്പോൾ എന്നൊരു പടമായിരുന്നത്. ഇല്ലില്ല, മരം അതിനുവേണ്ടി എഴുതാൻ പോയി. മൂകാംബിയെക്കുറിച്ചൊരു പാട്ട് എഴുതി, രവീന്ദ്ര മാഷും ഞാനും കൂടെ. ഒരു പാട്ട് കഴിഞ്ഞു. പക്ഷേ ബോംബെയിൽ വന്ന് വരുന്ന ഒരാൾ പിന്നെ കണ്ടമാനമായിട്ട് ഈ പട്ടണത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ട് ഒരു മരം പെയ്യുന്നൊരു നാട്ടിലെ അവസ്ഥയില്ലേ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോയിട്ട് ആ പ്രോജക്റ്റിൽ പോയി. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ എനിക്ക് ജോലിയും നഷ്ടപ്പെടുന്നു, എനിക്ക് പേടിയായി. ഇതും ഒന്നും ആയില്ല, അതൊന്നും ആയില്ല. അപ്പോഴാണ് രഞ്ജിത്ത് പിന്നെ വിളിച്ചത്, നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനൊരു സാധനം ചെയ്താൽ മതി, പിന്നെ എന്തിനായി നിൻ ഇടം കണ്ണിൻ തളം തെറിച്ചു എന്നുള്ള മീറ്ററിൽ പാട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്വപ്നമായിരുന്നു കേട്ടോ. അച്ഛൻ രാത്രി 11 മണി. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നീ നാണിക്കുന്നത്, നീ എഴുത്. സ്വപ്നത്തെ അച്ഛനെ കണ്ടു. അങ്ങനെയാണ് എന്തിനായി നിന്നിടം, മറ്റേ മീറ്റർ തന്നെയാണ്. ഏത് നമ്മുടെ ആ പാട്ടിന് മീറ്റർ തന്നെയാണ്. അല്ല മറ്റേ ഇത് നമ്മുടെ പിന്നെ അതേ പാട്ടിന് ട്യൂണത്. അങ്ങനെ ആ ഒരു മീറ്റർ എഴുതി, അത് തന്നെയാണ് ഈ സാധനം. അത് രവീന്ദ്ര മാഷ് വേറെ രീതിയിലാക്കി. പിന്നെ ഇനിയിപ്പം എന്താ പറയുക, അച്ഛനെ കുറിച്ചിട്ട് ഒരുപാടുണ്ടാവും എന്നറിയാൻ പറയാൻ. അച്ഛൻ്റെ ഓർമ്മകൾ എന്താണ് ഇപ്പോഴും മനസ്സിൽ തന്നെ എന്താ പറയുക തങ്ങി നിൽക്കുന്നതായിരിക്കും? അച്ഛൻ്റെ ഓർമ്മ വെച്ചാൽ ഈ ഇരിക്കുന്ന ഇരിപ്പില്ലേ, ഈ വരവ് 1975 അച്ഛൻ മരിച്ചു. 2024 അച്ഛനുണ്ട്. ഇപ്പം നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. ആ ഈ ഇരിപ്പ് ഞാൻ ഈ ഖത്തറിൽ വരുമ്പോഴും ഇപ്പം നമ്മുടെ ഓണാട്ടുകാരുടെ ഈ പരിപാടിക്ക് ഞാൻ വരുമ്പോഴും വയലാറാണ് ഞാനല്ല.
ചേട്ടൻ ഇരിക്കുമ്പോഴും നമുക്ക് ഓർമ്മ ആ ഒരു കറുത്ത കണ്ണട വെച്ച് അതെ 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 ഗാംഭീര്യത്തോടുമുള്ള മുഖമുള്ള അതെ വയലാർ. അല്ല അത് തന്നെ കാര്യം കേട്ടോ. വയലാറ് ഉണ്ടെന്നുള്ളതാണ്. ആ ഞാനല്ല ആ ഒരു ശാന്ത സൗമ്യ സ്വഭാവം ചേട്ടനും അങ്ങനെ തന്നെ എന്താ പറയാ കിട്ടിയിട്ടുണ്ടെന്നാണ്. നമുക്ക് അതല്ല, നമുക്കൊരു കടപ്പാടാണ് മലയാളിയുടെ. തീർച്ചയായും എനിക്ക് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം, എനിക്ക് ഒറ്റ അഹങ്കാരമേ ഉള്ളൂ, വയലാറിൻ്റെ മകൻ എന്നുള്ള അഹങ്കാരം ചില അല്ല അഹങ്കാരം ചില അല്ല ഞാൻ പലപ്പോഴും 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം അല്ല അഭിമാനം മാത്രമല്ല, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളി പറഞ്ഞാൽ ഓരോ മലയാളിയും എന്തെങ്കിലും തരും എന്ന് പറയുന്നൊരു അഹങ്കാരമുണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ 2024 ഈ ദിവസവും ജൂൺ എന്ന് പറയുന്ന ഇപ്പം 13-ാം തീയതി ഇരിക്കുമ്പോഴും വയലാറ് എന്നെ വിളിച്ചതും ഈ എല്ലാം കാരണം വയലാറ്. ഞാനല്ല അതാണ് വയലാർ. അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ. കാര്യം മറ്റേ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് വയലാറിൻ്റെ കുടുംബത്തിന് മലയാളി തരുന്നത് കേട്ടോ. വയലാറിനേക്കാൾ എത്രയോ വലിയവരുണ്ടല്ലേ. പക്ഷെ അവരുടെ ആ കുടുംബത്തിനൊന്നും ഈ പിന്നെ ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല. അത് നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. പിന്നെ അച്ഛനൊക്കെ എത്രയോ നല്ല പാട്ട് എഴുതുകാരുണ്ട്, എത്രയോ ഒരു കവികളുണ്ട് അല്ലേ. പക്ഷെ അതൊരു പൊരുത്തമാണ്, മലയാളി പൊരുത്തമാണ്. പിന്നെ അതുപോലെ ഇപ്പം ചേട്ടാ ഒരുപാട് നാടൻ പാട്ടുകൾ ഇപ്പം മുന്നിലേക്ക് വരുന്നുണ്ട്. അവർ തന്നെ എഴുതി അവർക്ക് വേണ്ടത്ര ഒരു എന്താ പറയുക ഒരു പ്രചോദനമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഈ ഇപ്പം അടുത്ത് ഇപ്പോൾ വൈറലായ ചേട്ടൻ കേട്ടോന്ന് എനിക്കറിയില്ല, ഒരു കാറ്റുമൂളണ് എന്ന് പറഞ്ഞ മണികണ്ഠൻ പെരുമ്പടം അതെ എന്താണ് അവർ? അല്ല ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഒരു നാടൻ പാട്ടിന് വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഇപ്പം നാടൻ പാട്ട് വേണം, അല്ലെങ്കിൽ നാടൻ പാട്ടിൻ്റെ ഒരു സൗന്ദര്യമല്ല അത്, ഒരു താളത്തിൻ്റെ സൗന്ദര്യമാണ് ഇഷ്ടപ്പെടുന്നത്. ആ ഡങ്ക് അതാണ്. പക്ഷെ അവിടെ ഒരു നാടൻ പാട്ട് വേണോ എന്നുള്ളത് ആലോചിക്കണം. ആ ഒരു താളത്തിൽ സംഗീതത്തിന് മാത്രം പിന്നെ പ്രാധാന്യമുള്ളൊരു കാലം ഇപ്പോൾ. വാക്കുകൾക്ക് എന്തെഴുതിയാലും കുഴപ്പമില്ല, താളം മതി, ആട്ടം മതി എന്ന് പറയുന്നൊരു ആ തലത്തേക്ക് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ പറയും എപ്പോഴേ മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം ആസ്വദിക്കാൻ കൊള്ളാം, പക്ഷെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ലിറിക്സാണ് എൻ്റെ പ്രാധാന്യം അല്ലേ. ചില പാട്ടുകൾക്ക് നമുക്ക് മ്യൂസിക് ഇല്ലാണ്ട് തന്നെ നമുക്ക് ലിറിക്സ് അതെ അതാ പിന്നെ തീർച്ചയായും അങ്ങനത്തെ ഒരു മൂഡിലിരിക്കും. അതെ 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 ആ ചില വരികൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു രണ്ടാണ് കേട്ടോ. സംഗീതം പുതിയ തലമുറ ഇങ്ങനെ ത്രസിപ്പിക്കുമ്പോൾ മനസ്സിൽ പിന്നെ വാക്കുകളാണ് സുഖപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്തിതാണെങ്കിലും ഒരുപാട് പാട്ടുകൾ ഇപ്പം എന്താ പറയുക ഇങ്ങനെ വരുന്നുണ്ട് പുതിയ ജനറേഷൻ. പക്ഷേ എന്നാലും എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് പറയുന്നത് റിയാലിറ്റി ഷോകളിലൊക്കെ കണ്ടുവരുന്നത് നമ്മളിപ്പം എന്താ പഴയ പാട്ടുകൾ തന്നെ എടുത്ത് അല്ലേ അവരത് ഡാൻസ് ആയാലും അവർ ചെയ്യാൻ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പാട്ടുകാരൻ ഒരു പാട്ടുകാരിക്കോ അവരുടെ കഴിവ് തെളിയിക്കാറുണ്ട്. പഴയ പാട്ട് വേണം. ഇപ്പം അല്ല പുതിയ പാട്ടിന് കുഴപ്പമില്ല. പുതിയ പാട്ട് സംഗീതത്തിൻ്റെ അകമ്പടി കണ്ടമാനമുണ്ട്. മറ്റേതല്ല ഇപ്പം എല്ലാ സംഗീതത്തിൻ്റെ അകമ്പടി നിർത്തിയിട്ട് പുതിയ പാട്ടൊന്ന് പാടാൻ പറഞ്ഞേ പറ്റില്ല. പക്ഷേ പഴയ പാട്ട് അത് പറ്റും. പാട്ട് പാടി അതിന് ട്യൂൺ വേണോ? വേണ്ട. പക്ഷെ പുതിയൊരു പാട്ട് പാടണമെങ്കിൽ മറ്റേ ഡെങ്ക അത് അതിൻ്റെ സപ്പോർട്ട് വേണം. മറ്റത് അത് വേണ്ട. മനസ്സിന് ഏത് വ്യക്തിക്കും ഈ പ്രണയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് മ്യൂസിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? അത് മനസ്സിലെ താളം എന്ന് പറഞ്ഞ പോലെ ആ ഒരു പിന്നെ പഴയ പാട്ടിൻ്റെ ഗുണം അതാണ്. ഇന്നിപ്പം അത് വേണ്ട. ഇന്നൊരു ബഹളത്തെ ത്രില്ലാണ്. ഇത് അതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പോലെ ദാഹം തീർന്നാൽ ഗ്ലാസ് താഴെ വയ്ക്കും. പിന്നെ ഗ്ലാസ് വേണ്ട. മറ്റേതല്ല, വെള്ളമാണ് അന്ന് വലുത്, ഗ്ലാസ് അല്ലേ. അതുപോലെ ഇനിയിപ്പോൾ ഇത്രയും പാട്ടിനെ കുറിച്ച് ചേട്ടൻ്റെ ഫാമിലി ഒന്ന് പ്രേക്ഷകർക്ക് അറിയാനായിട്ടുണ്ടാവുമല്ലോ. ഒരു ഭാര്യ 100 കാമുകിമാർ, ഒറ്റ മോള്. മോളെ ഞാൻ നോക്കിയത് സാധാരണ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഒരു 2ാം തലമുറ പാട്ട് ചെയ്യും എന്നൊക്കെ പറയും. ഞാൻ നോക്കിയതാണ് മോളെ കൊണ്ട് എനിക്ക് കിട്ടുന്ന ഈണം വച്ചിട്ട് ചെയ്യാൻ പറ്റുന്നു.
പക്ഷേ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ ചേച്ചീനെ കുറിച്ചിട്ട് എഴുതിയൊരു പാട്ടുണ്ട് അല്ലേ, വെറുതെ ഒരു വരെ. അയ്യോ ചേച്ചി അതിനെ കണ്ടോണ്ട് അയ്യോ പിന്നെ ലോകത്ത് എവിടെ പോയാലും ശരി അതൊരു പിന്നെ ലോകത്ത് എവിടെ പോയാലും ഒരു കടൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വെറുതെ പിന്നെ രാവിലെ ഒരു പെണ്ണിൻ്റെ കഷ്ടപ്പാട് ഇന്ന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് അന്നുണ്ടായിരുന്നു. അന്ന് നമുക്കറിയാതെ ഇത് എഴുന്നേറ്റ് പോകും. നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മ ഉറങ്ങുന്നതും അമ്മ ഉണരുന്നതും നമ്മൾ കണ്ടിട്ടില്ല പണ്ട് അല്ലേ. ഒരിക്കലും അമ്മ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. അമ്മ അതിന് നമ്മൾ ഉറങ്ങും. അമ്മ ഉണരുന്നത് കണ്ടില്ല, തപ്പി നോക്കും. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പോകും എന്ന് പറഞ്ഞു വേണം ഈ ഭാര്യ. ഇപ്പം സൂര്യൻ വരുന്നതിന് മുമ്പേ സൂര്യൻ വരുന്നതിന് മുമ്പേ വിളക്ക് കൊളുത്തുന്നതാണ് പെണ്ണ്. അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് പിന്നെ അത് തന്നെ ഓങ്കാരം ശംഖിൽ അതിനു മുമ്പേ അമ്പലത്തിൽ ശംഖ് വരുന്നതിന് മുമ്പേ പിന്നെ ഈറൻ മാറി വരുന്ന പെണ്ണ്. അതെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒത്തിരി പിന്നെ വീട്ടമ്മ വരെ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിരുന്നു. ഞാൻ മാത്രമാണല്ലോ കഷ്ടപ്പെടുന്നത്. അല്ല, ശരത്ത് കണ്ടല്ലോ. ശരത്തിൻ്റെ ഭാര്യ ഞാനത് നോക്കി എഴുതുക കേട്ടോ. ഒരിക്കലും ഒരു കാമുകിയെ നോക്കി ഒരു പാട്ട് എഴുതാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പം കാര്യം എന്നെ തിരിച്ചറിയും. ഒരു പെണ്ണെ നോക്കി എനിക്ക് പറ്റില്ല. നോക്കിയാൽ ഇയാളെന്ത് വായി നോക്കിയെന്ന് പറയും അന്ന്. പക്ഷേ ഭാര്യയെ നോക്കിയിട്ട് ഭാര്യ വീട്ടിൽ എന്താ ചെയ്യുന്നത്. നമ്മൾ രാവിലെ 6:30 എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ ഉണ്ടാകും മുമ്പിൽ. പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ എപ്പിസോഡുണ്ടല്ലോ ഇതിൻ്റെ കഷ്ടപ്പാട്. അത് കൃത്യമായിട്ട് കണ്ടിട്ട് നോക്കി ഒളിച്ച് നോക്കിയാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. വെറുതെ അല്ല ഭാര്യ എന്നുള്ളത് അവിടെയാണ് വന്നത്. സാറിന് എന്താണ് പുതിയ ജനറേഷനോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാനുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ്? അല്ല, പുതിയ എല്ലാം വഴിയും നിങ്ങൾ തേടണം കേട്ടോ. നിങ്ങൾക്ക് പണ്ട് ഇല്ലാത്ത ഒത്തിരി അവസരങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രേമത്തിൻ്റെ വേര് വേണം. ഒരു കച്ചവടമല്ല ജീവിതം. ഇത് കച്ചവടക്കാരാണ് കേട്ടോ. എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടൊരു എന്ത് കിട്ടും എന്ത് കൊടുക്കും എന്ന് പറയുന്ന പുതിയ ലോകത്തിൻ്റെ കച്ചവട മനസ്സുമാരായിട്ട് എവിടെയെങ്കിലും കാല് ചവിട്ടി പോകുന്ന സ്ഥലത്ത് ഒരു പാടുണ്ട്. അല്ലെങ്കിൽ ഓൻവി പറയുന്ന പോലെ നിൻപദ ചുംബന മുദ്രകൾ അണിയും മൺതരിയായെങ്കിൽ, നിൻ്റെ പദ ചുംബനങ്ങൾ അണിയുന്നൊരു മൺതരിയായെങ്കിൽ എന്നൊക്കെ പറയുന്നൊരു സുഖമുണ്ടല്ലോ. എവിടെയെങ്കിലും ഒരു കാൽപ്പാട് കാണാനുള്ളൊരു മനസ്സുണ്ടാകണം. ഒരുപക്ഷെ കുറേ മണൽത്തിരകളായിരിക്കും, പക്ഷെ അതിനകത്ത് നിൻ്റെ ഒരു കാൽപ്പാടുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടല്ലോ. അത് ആ സ്നേഹം, ആ പ്രണയം എന്തെല്ലാം വന്നാലും അതുണ്ടാകണം കേട്ടോ. അതുണ്ടാകണം. ഒരുപാട് സന്തോഷം സാറിൻ്റെ അയ്യോ അങ്ങനെ തന്നതിന്. അതോടൊപ്പം തന്നെ ഓണാട്ടുകാരിക്കും ഒരുപാട് നന്ദി. ഓണാട്ടുകാരുടെ പ്രത്യേകത എന്നറിയോ? മഹാബലിയെ ഓണം മൂട്ടിയ നാടാണ്. പിന്നെ ഒരുപക്ഷെ വാമനൻ എന്ന് പറഞ്ഞ ആള് അല്ല, നമ്മുടെ 10 അവതാരമില്ലേ, 10 അവതാരത്തിൽ വാമനൻ മാത്രമേ യുദ്ധം ചെയ്യത്തുള്ളൂ. ഒന്ന് ഓർത്ത് നോക്ക്. വാമന മാത്രം, ബാക്കി എല്ലാവരും യുദ്ധം ചെയ്താണ് ജയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഓണാട്ടുകരക്കാർ സദ്യ വിളമ്പി കൊടുത്തപ്പം ഓണം ഊട്ടുകരുന്നു കൊടുത്തപ്പോൾ വാമന് തോന്നി യുദ്ധം വേണ്ട. ഓണാട്ടുകരയ്ക്ക് ആ രുചിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രുചിയായിരിക്കും. Chit chat.